അടുത്തത് ഹാർമോണിക് ഓസിലേറ്റർ ഷ്രോഡിഞ്ചർ മെത്തേഡ് വെച്ചിട്ട് നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഇക്വേഷനും വേവ് ഫംഗ്ഷനും അതിൻ്റെ എനർജി ഐഗൺ വാല്യൂസൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ എന്താണ് ഹാർമോണിക് ഓസിലേറ്റർ? അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് നമ്മൾ പറയാം, അതിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഒരു മാസ് സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇഫ് ഇറ്റ് ഇസ് എക്സിക്യൂട്ടിംഗ് an oscillation, that is an example of harmonic oscillator. അല്ലെങ്കിൽ രണ്ട് ആറ്റംസ് H2 മോളിക്യൂൾ എന്ന് വിചാരിച്ചു, അല്ല അതിനേക്കാളും കുറച്ച് എളുപ്പം ഒരു ഹൈഡ്രജൻ ആറ്റം ഏതെങ്കിലും ഒരു മെറ്റാലിക് സർഫസിൽ വെറുതെ അറ്റാച്ചായി നിൽക്കുവാണ്, ഒരു കെമിക്കൽ ബോണ്ട് വെച്ചിട്ട് അറ്റാച്ചായി നിൽക്കുവാണെങ്കിൽ എങ്ങനെ പറയാം, നമുക്കൊരു സർഫസിനകത്ത് ഒരു മിനിറ്റ് അറ്റാച്ചായി നിൽക്കുവാണ്. ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം നിൽക്കുന്നുണ്ട്, പക്ഷെ അത് എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കില്ല, ഇറ്റ് വിൽ അണ്ടർഗോ വൈബ്രേഷൻ. സോ അതെന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വൈബ്രേറ്റ് ചെയ്യും, പിന്നെ അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇതാകും, ഇങ്ങോട്ടേക്കും വൈബ്രേറ്റ് ചെയ്ത് ദർ വിൽ ബി എൻ ഓസിലേഷൻ. അപ്പോൾ നമുക്ക് ആ സിസ്റ്റത്തിനെ വി ക്യാൻ സേ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഇതിനകത്ത് ആ ഹാർമോണിക് ഓസിലേറ്ററാണ് നമ്മളിപ്പോൾ കുറേ സിസ്റ്റത്തിന് ജനറലായിട്ട് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഹാർമോണിക് ഓസിലേറ്ററിന് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ എക്സ് ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ദർ ഇസ് എ റിസ്റ്റോറിങ് ഫോഴ്സ്, അല്ലേ, റിസ്റ്റോറിങ് ഫോഴ്സ് ആണല്ലോ അതിനെ തിരിച്ച് ഈ പൊസിഷനിലേക്ക് തിരിച്ചു വിളിക്കുന്നത്, പിന്നെ അത് അങ്ങോട്ട് പോകുന്നു, അങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിനെ റിസ്റ്റോറിങ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്, എന്നിട്ട് അവിടെ ഒരു സ്പ്രിങ് കോൺസ്റ്റൻറ്റ് അങ്ങനെ പറഞ്ഞത് അറിയല്ലേ. അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു -kx ആണ് ജനറൽ ഇക്വേഷൻ. ഇപ്പോൾ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു -kx. സോ എം ഇൻറ്റു എന്ന് പറയുമ്പോൾ എം ഇൻറ്റു d²x/dt² ഇസ് ഈക്വൽ ടു -kx ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ്. -kx വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് അതേപോലെ അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ന്യൂ ഇസ് ഈക്വൽ ടു 1/2π√k/m ഉണ്ട്. അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇതാണ് ഒരു ക്ലാസിക്കൽ ഹാർമോണിക് ഓസിലേറ്ററിനെ കുറിച്ച് നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മളതിന് ക്വാണ്ടം മെക്കാനിക്കലി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മളതിന് ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പോകുമ്പോൾ എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ആറ്റത്തിൻ്റെ വൈബ്രേഷൻ അല്ല മോളിക്കുലാർ വൈബ്രേഷൻ വരുന്ന സമയത്ത് അതിന് വൈബ്രേഷൻ എനർജി ഉണ്ട്, റൊട്ടേഷൻ എനർജി ഉണ്ട്, ഇലക്ട്രോണിക് ട്രാൻസിഷൻ കൊണ്ടുള്ള എനർജി ഉണ്ട്. അപ്പോൾ വൈബ്രേഷൻ എനർജി ശരിക്കും ആ എനർജി ഐഗൺ സ്റ്റേറ്റ് നമുക്ക് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് വി ഹാവ് ടു റൈറ്റ് ദി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. സോ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്തായിരുന്നു, -h ടൈം ഇൻഡിപെൻഡൻറ്റ് h²/2m ∂2/∂x² plus potential energy of harmonic oscillator, the wave function, the unknown wave function psi of x is equal to E psi of x. ഇതൊക്കെ നമുക്ക് unknown ആണ്. So but one thing we know, what is the potential energy of an harmonic oscillator? half kx² ആണ്. അപ്പോൾ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ മാറി നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, -h²/2m ∂2. ഇതിനകത്ത് ഒറ്റ വേരിയബിളേ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളൂ. സോ മേ ബി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് d²/dx² പ്ലസ് half kx² psi of x is equal to E psi of x. ഇത് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. ഇനിയിപ്പം ഞാൻ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ്, ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വരയ്ക്കാം ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെത്. അതൊരു പരബോളിക് റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും മുമ്പ് പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വരിക, കൈനറ്റിക് എനർജി തിരിച്ചുമാണ്. ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ് വരച്ചത്. പൊട്ടൻഷ്യൽ എനർജി മാത്രം വരച്ചതിനകത്ത് എക്സ് ആക്സിസിൽ നമ്മളെടുത്തിരിക്കുന്ന എക്സ് ആണ്, പൊസിഷനും അതിൻ്റെ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് എനർജി ഉണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ടെങ്കിൽ, പക്ഷേ ഇതൊരിക്കലും ഇതിൻ്റെ എനർജി ലെവൽസ് വരയ്ക്കുമ്പോൾ മനസ്സിലാകും ഇതിപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓരോ പൊസിഷനിൽ ലെങ്ത്ത് മാറുന്നതിനനുസരിച്ച് ഒന്നുകിൽ അത് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരു പരാബോളിക് ആയിട്ടുള്ളതായിരിക്കും അതിൻ്റെ പൊസിഷനും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ വേവ് ഫംഗ്ഷനാണ്. അപ്പോൾ psi of x നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷേ psi of xന്
പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇതിന് പക്ഷേ പോസിബിളായിട്ടുള്ള 2 ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ഈ വേവ് ഫംഗ്ഷൻ്റെ ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നമുക്കിതിൻ്റെ പുറത്തേക്കുള്ള നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഈ പാർട്ടിക്കിൾസ് അറ്റാച്ച്ഡ് ആണ്. ഈ എന്താണോ നമ്മുടെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറ്റാച്ച്ഡ് ആണ്. അതൊരിക്കലും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക്, എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അതിൻ്റെ വേവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, പാർട്ടിക്കിൾ ഈ ഒരു ഫൈനൈറ്റ് ലെങ്ത്തിൽ എവിടെയെങ്കിലും മാത്രമേ അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക്, പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിലും മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിലും അവിടെ പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ആ വേവ് ഫംഗ്ഷൻ അപ്രോച്ചസ് 0 ആസ് എക്സ് അപ്രോച്ചസ് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. ഇങ്ങനെ നമുക്കൊരു കണ്ടീഷൻ പറയാം. ഇതൊരു ബൗണ്ടറി കണ്ടീഷനാണ്, നമുക്ക് ഈ വേവ് ഫംഗ്ഷൻ്റെ കേസിൽ ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗണ്ടറി കണ്ടീഷൻ. നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു വേവ് ഫംഗ്ഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ല വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഒരു രീതിയിൽ ഇത് എഴുതുവാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, z എന്ന് പറയുന്ന ഒരു പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. z ഈസ് ഈക്വൽ ടു, z എന്ന് പറയുന്നത് ശരിക്കും എക്സ് എന്നുള്ള വേരിയബിളിനകത്തേക്ക് മാറുവാണ്. നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ രീതിയാണ്, ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. സിയിലേക്ക് കൊണ്ടുവരാണ്, എക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷനെ സിയിലേക്ക് കൊണ്ടുവരുവാണ്. ദ റിലേഷൻ വാട്ട് വി ആർ യൂസിങ് ഇസ് z ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എക്സ്. സോറി, ഇത് ഇൻഫിനിറ്റി അല്ലേ, ആൽഫ ഇൻറ്റു എക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഡി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ആ റിലേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി സി ബൈ ആൽഫയാണ്. സോ അത് സിമിലർലി ഡി ബൈ ഡി എക്സിനെ നമുക്ക് എന്ത് എഴുതാം, ഡി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു, അല്ലേ, ഡി ബൈ ഡി എക്സ് വരുമ്പോൾ ആൽഫ മുകളിലോട്ട് പോകും, ഡി ബൈ ഡി സി. അപ്പം നമുക്ക് ഡി ബൈ ഡി എക്സിന് പകരമൊക്കെ എന്ത് എഴുതാം, ആൽഫ ഇൻറ്റു ഡി ബൈ ഡി സി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടി പറ്റും, സി. അതുപോലെ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, നമുക്ക് എഴുതാൻ പറ്റുന്നത് ആൽഫ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ. ഇപ്പം നമ്മളിതൊരു വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് പോലെ നമ്മൾ വേറെ രീതിയിൽ കൊണ്ടുപോവുകയാണ് ഈ പ്രോബ്ലം. കാരണം നമുക്കിവിടെ ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്, അതിനെ മാറ്റി നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരാണ്, ആൽഫ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് മാറ്റി എഴുതുവാണ്. എന്താണ് ആ ഇക്വേഷൻ ആകും, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വിൽ ഗെറ്റ് ചേഞ്ച് ടു എങ്ങനെ വരും, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്താകും, വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ഇതെന്തായിരുന്നു, പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ത് വരും, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ, ജി സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ ഇൻറ്റു ശരിക്കും സൈ ഓഫ് എക്സ് ആണ് വരിക, എക്സ് എന്ന് പറയാൻ പറ്റില്ല, സൈ ഓഫ് സിയിലേക്ക് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, ഇ ഇൻറ്റു സൈ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, മൈനസ്, ഇപ്പോൾ ഇതൊന്നുകൂടെ ഞാൻ മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഉണ്ടാകും, ഒരു ആൽഫ സ്ക്വയർ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2m ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ജി സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ ഉണ്ടായിരുന്നു, കെ എക്സ് സ്ക്വയർ ഇല്ല, അപ്പോൾ അവിടെ ഒരു ആൽഫ സ്ക്വയർ ഉണ്ടാവും, ആൽഫ സ്ക്വയർ ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. ഇനി ഈ ഒരു ടേമിനെ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുവാണ്. സോ വി ക്യാൻ റൈറ്റ് ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ഹാഫ്, ഇത് അങ്ങോട്ട് എഴുതാം, ഹാഫ് കെ ജി സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ 2m
by 2m psi is equal to E by h cross square alpha square 2m psi. ഇതിനകത്ത് നിന്ന് എന്തൊക്കെ ടേംസ് പോകും? നമുക്കത് മാറ്റി ഒന്ന് എഴുതാം. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാഫ് ഉണ്ടല്ലോ, ഈ ഹാഫും ഇവിടെ ഒരു ഹാഫുണ്ട്, അത് ക്യാൻസലായി പോകും. അതുകൊണ്ട് കുറച്ചുകൂടെ മാറ്റി നമുക്ക് എഴുതാം. ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു സി സ്ക്വയർ ഇൻറ്റു 2m. ഈ 2m മുകളിലോട്ട് പോയി. ബാക്കി ഇവിടെ ഉള്ളത് കെ സി സ്ക്വയർ, ഇവിടെ ഒരു ആൽഫ സ്ക്വയർ ഉണ്ട്, എച്ച് ക്രോസ് സ്ക്വയർ ഉണ്ട്, ആൽഫ സ്ക്വയർ ഉണ്ട് അല്ലേ, ഇത്രയും ഉണ്ട്. പിന്നെ സൈ is equal to 2me by h cross square alpha square psi. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് ചെയ്താൽ, ഇവിടുത്തെ 2ഉം ഈ 2ഉം ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് ബാക്കി ഇവിടെ ഉണ്ടാകുക കെ സി സ്ക്വയർ എം ബൈ ആൽഫ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ, ഇവിടെ ആൽഫ സ്ക്വയർ. അപ്പോൾ രണ്ടും കൂടി ആൽഫ റൈസ് ടു 4 വരും. സോ വി ക്യാൻ റൈറ്റ് മൈനസ് ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ പ്ലസ് 2 ഉണ്ടാവില്ല, കെ സി സ്ക്വയർ എം ബൈ h cross square alpha raised to 4. C is equal to 2me by h cross square alpha square psi. ഇതില്ലേ നമ്മൾ ആൽഫ റൈസ് ടു 4 ഉണ്ടല്ലോ, അപ്പോൾ ഈ ആൽഫ റൈസ് ടു 4 ഇതിന് നമുക്ക് ഈ ഒരു ടേമിന് 1 കിട്ടണം. 1 കിട്ടണമെങ്കിൽ എന്തായിരിക്കണം ആൽഫയുടെ വാല്യൂ? നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഈ ഒരു ടേമിനകത്ത് ഈ സി സ്ക്വയർ അല്ല, ഈ കെ എം ബൈ എച്ച് ക്രോസ് സ്ക്വയർ ആൽഫാസ് റൈസ് ടു 4 എന്നുള്ള ടേമിനെ മൊത്തത്തിൽ 1 ആക്കിയാൽ നമുക്കിവിടെ ജി സ്ക്വയർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്ക് ആൽഫ എന്താണെന്ന് അറിയില്ല. വി ആർ റൈറ്റിംഗ് കെ എം ബൈ എച്ച് ക്രോസ്, അത് ഈക്വൽ ടു ആൽഫ റൈസ് ടു 4 ആണെങ്കിൽ ക്യാൻസലായി പോകത്തില്ലേ, ആൽഫ റൈസ് ടു 4. അപ്പോൾ ഇതിനകത്ത് ആൽഫയുടെ വാല്യൂ എന്തോ ഒരു ആൽഫ ഇസ് ഈക്വൽ ടു കെ എം ബൈ എച്ച് ക്രോസ് സ്ക്വയർ റേസ് ടു 1/4. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൽഫയ്ക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റേസ് ടു 4 വരും. അപ്പോൾ ഇത് ഈ ടേമൊക്കെ ക്യാൻസലായിട്ട് അവിടെ 1 മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ഇവിടെ വെറും 1 മാത്രമേ ഉള്ളൂ, സി സ്ക്വയർ ഓഫ് ഓപ്പറേറ്റിംഗ് ഓവർ psi is equal to 2me by h cross square. ഇനി ആൽഫ സ്ക്വയർ വരുന്നുണ്ട്, റേസ് ടു 1/4 ആണേ, 1/4. അപ്പോൾ ആൽഫ സ്ക്വയർ എന്ത് വരും? അത് 1/2 ആകും. അപ്പോൾ റൂട്ട് ഓഫ് കെ എം ബൈ എച്ച് ക്രോസ് സ്ക്വയർ അല്ലേ, റൂട്ടല്ലേ വരുള്ളൂ, ഇവിടെ ആൽഫ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2me, അത് തന്നെ ഒന്നുകൂടെ മാറ്റി എഴുതുവാണ്. എച്ച് ക്രോസ് സ്ക്വയർ പുറത്തേക്ക് വരുമ്പോൾ എച്ച് ഉണ്ടാകും, ഒരു എച്ചും ക്യാൻസൽ, എച്ച് ക്രോസ് സ്ക്വയറിനകത്ത് ക്യാൻസലായി പോകും, എച്ച് ക്രോസ് ഉണ്ടാകും. പിന്നെ ഇവിടെ ഒരു റൂട്ട് കെ ഉണ്ടാകും, ഇവിടെ ഒരു റൂട്ട് എം ഉണ്ട്. അപ്പോൾ ഈ ഇവിടെ ഒരു എം ഇത് ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 2e ബൈ എച്ച് ക്രോസ് റൂട്ട് ഓഫ് എം ബൈ കെ. ഇങ്ങനെയല്ലേ വരുക, ഒരു എം ബാക്കി ഉണ്ടാവും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2e ബൈ എച്ച് ക്രോസ് താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കെ ബൈ എം. അപ്പോൾ ഇത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് തന്നെ നമുക്ക് 2e ബൈ എച്ച് ക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ബൈ 2 ബൈ റൂട്ട് ഓഫ് കെ ബൈ എം. നോക്കിക്കേ, 1/2 ബൈ റൂട്ട് ഓഫ് കെ ബൈ എം എന്താണ്? ശരിക്കും ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, അല്ലെങ്കിൽ ആ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഓസിലേറ്റിംഗ് ഫ്രീക്വൻസിയാണ്. സോ ഇതെങ്ങനെ വരുന്നു വെച്ചാൽ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രമല്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡും കൂടി എഴുതാം. മൈനസ് ഡി ബൈ ഡി സി സ്ക്വയർ പ്ലസ്
ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? സി സ്ക്വയർ അല്ലേ? സി സ്ക്വയർ സി സ്ക്വയർ psi is equal to 2e by h frequency of oscillation h nu ഒരു സൈയും കൂടി ഉണ്ടാവില്ലേ? യെസ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ടു മേക്ക് ദിസ് ഇക്വേഷൻ സിംപ്ലർ. വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2e by h nu ആസ് ലാംഡ. ഒരു ടെക്സ്റ്റിൽ കെ എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ലാംഡ എന്നാണ് യൂസ് ചെയ്യുന്നത്. സോ ദ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ നൗ വിൽ ബിക്കം സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ സൈ psi is equal to lambda psi അല്ലേ? ഓക്കെ. ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ. നമുക്കിത് റീഅറേഞ്ച് ചെയ്യാം. നൗ വി ക്യാൻ ടേക്ക് ദിസ്, ഇവിടെ മൈനസ് അല്ലല്ലോ, അതൊന്ന് വി ക്യാൻ ടേക്ക് ദിസ് ടു റൈറ്റ് സൈഡ്. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് എങ്ങനെ കിട്ടും? ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ സൈ പ്ലസ് ലാംഡ മൈനസ് സി psi ഈക്വൽ ടു 0. ഇക്വേഷൻ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് വന്ന്. അപ്പോൾ ലാംഡയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ് കേട്ടോ, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്. ഇത് നമുക്കൊരു ഇക്വേഷൻ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഹാർമോണിക് ഓസിലേറ്ററിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരുവാണ്. ആ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഇവിടെ കണക്ട് ചെയ്യുന്നത് ലാംഡയിലാണ്. സി എന്ന് പറയുന്നതാണ് എക്സിന് ഇക്വലൻ്റ് ആയ വേരിയബിൾ. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദി wave function for this harmonic oscillator. Here psi എന്ന് പറയുന്നത് it's a function of z. psi x ആയിരുന്നു ആദ്യം. Now this is a function of c after substitution. Now we are assuming ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ psi of c is equal to a e raised to minus c square by 2 plus b e raised to plus c square by 2. ഇപ്പോൾ രണ്ട് പാർട്ടുണ്ട്. മൈനസ് സി സ്ക്വയർ ബൈ 2 ഉണ്ട്, പ്ലസ് സി സ്ക്വയർ ബൈ 2 ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്കറിയുന്ന കണ്ടീഷൻ ഉണ്ട് അല്ലേ? സി എന്ന് പറയുന്നത് എപ്പോഴാണ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്, പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്, ആ സമയത്ത് ദ വേവ് ഫംഗ്ഷൻ ഷുഡ് സീസ് ഓർ വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് psi of c should be equal to 0. ഇപ്പോൾ പ്ലസ് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ സിക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ ഇവിടെ ഈ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആയി പോകും. പ്ലസ് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഇതൊരു 0 കിട്ടണമെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ, b ഷുഡ് ബി ഈക്വൽ ടു 0. വെൻ c is ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ആയിരിക്കണം. നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ 0 ഈക്വൽ ടു a ഇൻറ്റു 0 പ്ലസ് b ഇൻറ്റു ഇൻഫിനിറ്റി. സോ എ ഇൻറ്റു 0 ഇവിടെ 0 വന്ന്, ഇവിടെ ബി ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആകുകയാണെങ്കിൽ ഓൺലി പോസിബിലിറ്റി ഈസ് എന്താണ്? ഇൻഫിനിറ്റിയാണ്. ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ബി ഷുഡ് ബി ഈക്വൽ ടു 0. സോ ദ വേവ് ഫംഗ്ഷൻ ഇ ഓഫ് psi ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2. ഇത് മാത്രമേ നമുക്കൊരു പോസിബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ. ഇത് ആക്സെപ്റ്റബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ നോർമലൈസ് ചെയ്ത് ബാക്കി വേവ് ഫംഗ്ഷൻ ഒബേ ചെയ്യുന്ന എല്ലാ റൂൾസും ഇത് ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിനേക്കാളും മുമ്പ് നമ്മൾ ശരിക്കും ഇത് നമ്മൾ ഈ ഇക്വേഷൻ നിങ്ങൾ ശരിക്കും ഇത് കറക്റ്റാണോ എന്ന് അറിയണമെങ്കിൽ ഇതിനെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ചെയ്ത് ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് ഒബേ ചെയ്യുന്ന ഒരു വേവ് ഫംഗ്ഷനാണ് ഈ അടുത്ത് എഴുതിയേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഡെറിവേഷൻ ചെയ്യുന്നില്ല, അത് എളുപ്പമാണ്, പക്ഷേ ഒരുപാട് ലെങ്തിയർ ആയി പോകുന്നത്. ഇതിൽ നമ്മൾ ഒരു അപ്രോക്സിമേഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. സി ഇൻഫിനിറ്റി ആകുന്ന കേസിൽ ഇത് ഒബേ ചെയ്യുന്ന കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വേവ് ഫംഗ്ഷൻ കൊണ്ടുവന്നത്. പക്ഷെ സി ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നത് ചെറിയ ഡിസ്റ്റൻസിലായിരിക്കും മാക്സിമം ടൈമും. ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അത് അവിടെ ഒരു ഹാർമോണിക് ഓസിലേറ്ററായി നിൽക്കില്ല, അത് സ്പ്ലിറ്റ് ചെയ്ത് അതങ്ങ് വേറെ പോകും. അപ്പോൾ ഇത് ഈ സി ക്യാൻ ടേക്ക് നോട്ട് ദി ഇൻഫിനിറ്റി മാത്രമല്ല അത് എടുക്കുന്നത്, ഇറ്റ് ക്യാൻ ടേക്ക് സ്മോൾ വാല്യൂ ഓഫ് എക്സ് ഓൾസോ, മീൻസ് പൊസിഷൻ ഓൾസോ. z can be small and it can be infinity. അപ്പോൾ പക്ഷേ this solution holds only when z is equal to infinity. We have to find a solution which satisfies
സി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ആക്സെപ്റ്റബിൾ ആയിരിക്കണം. അങ്ങനെയുള്ളൊരു സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ എഴുതിയിരിക്കുന്നത് ഇൻഫിനിറ്റി ആകുന്ന കേസിലുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടിനും പറ്റിയൊരു സൊല്യൂഷനാണ് സൈ ഓഫ് സിക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് എഴുതുന്നത് സൈ ഓഫ് സി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് സി അതൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനെ കൊണ്ട് നമ്മൾ e⁻²/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഈ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിയുടെ വാല്യൂ ലോവർ റെജീമിൽ വന്നാലും ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാലും അത് ഒബേ ചെയ്യും. ഈ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഒരു വേവ് ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു ഹെർമൈറ്റ് പോളിനോമിയലാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന വേവ് ഫംഗ്ഷൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിനകത്ത് നമുക്ക് എച്ച് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. എച്ച് ഇസ് ആൻ അൺനോൺ ഫംഗ്ഷൻ. അപ്പോൾ ആ അൺനോൺ ഫംഗ്ഷൻ ഏതെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഒബേ ദ കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ ഒബേ ചെയ്യണം? സി ഇൻഫിനിറ്റി ആകുമ്പോൾ സൈ ഓഫ് സി ഷുഡ് ബി ഈക്വൽ ടു 0. ആ രീതിയിൽ വേണം നമ്മൾ ഇനി എച്ച് ഓഫ് സൈ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്മോൾ ആണെങ്കിലും സിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിലും നമുക്കത് കിട്ടുന്ന രീതിയിൽ ഇനി എച്ച് ഓഫ് സി കണ്ടുപിടിക്കണം.